വൈകുന്നേരത്ത് 4 ജനം കിട്ടിയിരുന്നു റോഡിൽ. അതിന് ശേഷം ഇവനക്കൊന്ന് കിട്ടി. കണ്ടായിട്ടുണ്ടല്ലോ ഒരു വലക്ക് 5-6 കുറുന്തല്ലെങ്കിൽ അപ്പൊ നമ്മള് വീശുവലയിട്ട് തോട്ടിലെ മീനിനെ പിടിക്കണാണ് കാണിക്കണത്. വീശുവല എറിഞ്ഞിട്ട് പിടിക്കാൻ തോട്ടിൽ ഗ്യാപ്പില്ലാത്ത കാരണം നമ്മൾ വല പിടിച്ചിടുന്ന ഒരു രൂപമാണിത്. ഇതാവുമ്പോൾ നമുക്ക് തോട്ടിൻ്റെ അരുഭാഗത്ത് കൂടെ അടുപ്പിച്ച് വല ഇടാൻ പറ്റും. അങ്ങനെ 2 സൈഡിലാക്കി പിടിച്ചിട്ട് അരിക്കൽ കൂടെ വല ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് വല വലിച്ചെടുക്കുക. എന്താ പ്രത്യേകത പറഞ്ഞാല് അരിക്കിടുമ്പോഴേ ഞാൻ വല വലിച്ചെടുക്കുന്ന രൂപമാണ് കാണുന്നത്. അരിക്കല് മണികൾ ഇട്ട് കൊടുക്കൂലേ പിന്നീട് വല വീശിയിട്ട് വല വലിച്ചെടുക്കുന്ന പോലെ തന്നെ വല വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ വല വലിച്ച് സാധാരണ എടുക്കുന്ന പോലെ തന്നെ എടുക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടിയ ഒരു കണ്ണനാണ് കാണുന്നത്. വരാലെന്ന് പറയുക. അതാണ് കാണുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു 1/2 കിലോനൊക്കെ വലുപ്പമുള്ള മീനാണ്. തലേ ദിവസത്തോടെ ഒരു 14 കണ്ണന വരെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ വന്ന മീനുകളാണ് ഇതൊക്കെ. നമുക്കിവിടെ കുറച്ച് മീനുകളെ കാണാം. കുറച്ച് മീനുകൾ ആദ്യത്തെ 2-3 വലക്ക് കിട്ടിയ മീനുകളാണത്. വല വൃത്തിയാക്കുന്ന രൂപമാണ്. വല ഇങ്ങനെ വിരുത്തിയിട്ടിട്ട് അതിൽ നിന്ന് മീനെടുക്കലും വല വൃത്തിയാക്കുന്ന രൂപം. ഞാൻ അടുത്തൊരു ട്രൈയും കൂടി കാണിച്ചു തരാം. വല പിടിച്ചിടുന്ന രൂപം ഒന്നും കൂടെ കാണിക്കാൻ പോവാണ്. കുറച്ച് അപ്പുറത്തായിട്ടാണ് ഇടുന്നത്. വല വീശിയിടുന്നതിന് പകരം വല ഇങ്ങനെ 2 സൈഡിൽ നിന്നും പിടിച്ച് അരുഭാഗത്ത് കൂടെ ആ മണികൾ ഇങ്ങനെ ചെന്ന് വീഴുന്ന സമയത്ത് മീനുകളൊക്കെ ഉള്ളിൽ കൂടുകയും അങ്ങനെ അതിൽ കുടുങ്ങും. ആ ഒരു രൂപമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ സാധാരണ വല വീശിയെടുക്കുന്ന പോലെ തന്നെ വല വീശിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
മോനക്ക് മീനിനെ പിടിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് കൂടെ വന്നിക്കാണ്. മീനിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അവൻ മീനിനെ പിടിച്ച് ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കിട്ടിയ വലിയ പരലുകളാണ്, കുറുന്തലപ്പരൽ എന്ന് പറയും.